ബാലുചേട്ടാ, ഈ കഴിഞ്ഞ ദിവസമേ സ്റ്റേഡിയത്തിന് സമീപത്ത് പിന്നെ അനധികൃതമായിട്ട് ചവറുകൾ, അതായത് ഈ എറണാകുളം ജില്ലയിലെ ഏത് പ്രദേശത്തെന്ന് അറിയില്ല, അതിഭീകരമായി മാലിന്യ സംസ്കരണം കൊണ്ട് ഇടുന്നത് സ്റ്റേഡിയത്തിൻ്റെ ആ റോഡിന് മറ്റ് ഭാഗങ്ങളൊക്കെയാണ്. അതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗങ്ങളിലും കൊണ്ടിടുന്നുണ്ട്. അതിനെതിരെ പ്രതിഷേധവുമായിട്ട് കൗൺസിലർമാർ അവിടെ വന്നതായിട്ട് അറിഞ്ഞു. താങ്കളും അതിലൊരു ഭാഗവാക്കായി ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു, ഇങ്ങനെ കൗൺസിലർമാർ വന്നപ്പോൾ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതിപ്പോൾ നമുക്ക് പിന്നെ ഇതിനെ സംബന്ധിച്ച് ഈ ചവറ സംസ്കരണം എന്ന് പറയുന്നത്, ചവറ സംസ്കരണം ഒരു വലിയ വിഷയമാണ്. പിന്നെ എറണാകുളത്ത് കാര്യം കൊള്ളാവുന്നതിലപ്പുറം, കാര്യം ഞങ്ങളൊക്കെ താമസിക്കുന്നത് പാലാരിവട്ടം ആ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ശരിക്കും പാവം ഈ ചവറെടുക്കാൻ വരുന്ന തമിഴന്മാരും അല്ലാത്തവരുമൊക്കെ ഒരാഴ്ചയിൽ എത്ര ദിവസമാണ് ഈ പറയുന്ന അവിടെ കാണുന്ന എല്ലാ വീടുകളും തുച്ഛമായൊരു തുകയാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഡംപ് ചെയ്ത് ആ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മാലിന്യ സംസ്കരണം അത് ഡംപ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറേ അപ്പുറത്താണ്. ആ ഡംപിങ് ആട് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം സംസാരത്തിലേക്ക് തന്നെ പോകുന്നു. സ്റ്റേഡിയത്തിലേക്ക് ഉണ്ടായ സംഭവം താങ്കൾ കൂടി അത് കണ്ടിരുന്നു. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? ഈ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ പോണോത്ത് ലൈനിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ഉണ്ട്. സ്റ്റേഡിയത്തിലേക്ക് രാവിലെ നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുവിധപ്പെട്ട ആൾക്കാരുകൾ അതുവഴിയാണ് വരുന്നത്. അവിടെ വേസ്റ്റ് കൂടി കിടക്കുക. അത് പൂർണ്ണമായിട്ടും സ്റ്റേഡിയത്തിൻ്റെ അകത്തെ എന്ന് തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും GCDയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് ഈ വേസ്റ്റ് കുമിഞ്ഞുകൂടി ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അല്ല, അവിടെ കറക്റ്റാണ് പറഞ്ഞത്. മനസ്സിലായി. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് GCDയുടെ അകത്ത് നിന്നുള്ള വേസ്റ്റുകൾ, അവിടുത്തെ ഹോട്ടലുകളിലെ വേസ്റ്റ് അതുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പുറത്തു നിന്ന് ഹോസ്റ്റലുകളൊക്കെ നടത്തിയിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ കൊണ്ടേ കളഞ്ഞിട്ടുള്ള ബെഡ്, പില്ലോയൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ അവിടെ അരോചകമാണ്. അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ 2 കൗൺസിലർമാരവിടെ എത്തിയായിരുന്നു. അസാദ് റോഡിലെ 2 കൗൺസിലർമാരും ആ വാർഡിൽ അവിടെ എത്തുന്ന സമയത്ത് ഞാനും സ്വാഭാവികമായിട്ട് അവിടെ ചെന്നതാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, GCDയെ ഈ വേസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ട് 28 ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു കരാർ കൊടുത്തിട്ടുള്ളത്, ഒരു വർഷത്തേക്ക്. അതാണ് ഏട്ടാ ഞാൻ ആദ്യം പറഞ്ഞ, ഈ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ പാലാരിവട്ടം ഭാഗത്തൊക്കെ ഏതാണ്ടൊരു 200 ഏതാണ്ട് ഒരു 500-നടുത്ത് എങ്കിലും വരും. അതായത് പാലാരിവട്ടം എവിടെയെന്ന് വെച്ചാൽ അഞ്ചുമന ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ. അവിടെ ചേട്ടൻ അറിയാമല്ലോ, കോർപ്പറേഷൻ ഓഫീസ് അറിയാമല്ലോ. ആ കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്ത് ഡംപിങ് ആട് ചേട്ടൻ അറിയാമല്ലോ. അവിടെ ഏതാണ്ട് 2000 വീടിനകത്തല്ലേ വരുള്ളൂ. അവിടെയൊക്കെ ഇതെല്ലാം ഈ കോൺട്രാക്ടിന് കീഴിലുള്ള അല്ല. GCDയെ സ്റ്റേഡിയത്തിൻ്റെ അകത്തെ മാത്രം, അതായത് ആ കോമ്പൗണ്ട് മാത്രം അതിനാണ് 28 ലക്ഷം രൂപയുടെ കരാറുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന വേസ്റ്റ് അടക്കം റിമൂവ് ചെയ്ത് വളരെ ഭംഗിയായി പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കരാറുണ്ട്. ടെൻഡർ വെച്ചിട്ടുള്ളതാണ്. 28 ലക്ഷത്തിന്റെ കരാറുണ്ട് ഒരു വർഷത്തേക്ക്. ഉണ്ട്. എന്നിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അതിനകത്ത് അതിനെക്കാട്ടിലും വലിയൊരു വളരെതായ്മയുണ്ട്. കുറേ നാൾ KSEB ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസ് സ്റ്റേഡിയത്തിനകത്ത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴുണ്ടല്ലോ? ഇല്ല, അത് ഇപ്പൊ നേരെ പുതിയ ഓഫീസിലേക്ക്, പുതിയ സ്ഥലത്തേക്ക് പഴയ കെട്ടിടം പൊളിച്ചെടുത്ത് മാറി. ഒരു അല്പം എന്തോ ഭാഗം എന്തോ ഉണ്ട് സ്റ്റേഡിയത്തിനകത്ത്. ഇനിയിപ്പോൾ അവരുടെ വല്ല ഡംപിങ് എന്തെങ്കിലും കിടപ്പുണ്ട്. അതേപോലെ ഈ പറയുന്ന വഴിയിൽ, ഈ പറയുന്ന പോണോത്ത് ലൈനിൽ നിന്നുള്ള പ്രവേശന കവാടത്തിൽ ഈ വേസ്റ്റുകൾ മുഴുവൻ ഡംപ് ചെയ്തിരിക്കുന്നത് ഇവർ KSEBക്കാർ റിമൂവ് ചെയ്ത് കൊണ്ടുവന്ന ഒടിഞ്ഞതും പൊട്ടിയതുമായിട്ടുള്ള പോസ്റ്റുകൾ അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ്. ലൈൻ കമ്പികളുടെ ബാക്കി അതൊക്കെ ഉണ്ട്. അവിടുത്തെ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഹനം വന്നാൽ അതിലെ നടന്നു വരുന്ന ആൾക്കാർക്കൊന്ന് ഒതുങ്ങി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത മാതിരിയാണ് ഈ പോസ്റ്റുകൾ. അപകടാവസ്ഥയിലാണ്. അവിടെ അണലിപ്പാമ്പ് അവിടെ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ നമ്മളുടെ മറ്റ് സീസണുകളിലെ പോലെ ഈച്ചയൊക്കെ ഒരുപാട് ആർക്കുന്ന ഒരു സമയമല്ല ഇപ്പോൾ. പക്ഷേ ആ പ്രദേശത്ത് ഈച്ച കൊണ്ട് ഉള്ള ശല്യം മൂക്കുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, GCDയുടെ അകത്ത് മാലിന്യങ്ങൾ തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഈ സ്റ്റേഡിയത്തിനകത്ത് തയ്യാറാക്കിയിട്ടില്ല. മാലിന്യ സംസ്കരണത്തിന് വേണ്ട ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഈ സ്യൂവേജ് സിസ്റ്റം ഉണ്ടല്ലോ, സ്റ്റേഡിയത്തിനകത്തെ റൂമുകൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനുള്ള ഒരു ലൈനുണ്ട്, ഒരു ക്യാനുണ്ട്.
ഇതുകൂടാതെ കണ്ട് ഇലക്ട്രിക്കലിൻ്റെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണ് മുമ്പ്. മനസ്സിലായി. ഇതുകൂടാതെ കണ്ട് ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ മഴ പെയ്യുന്ന സമയത്ത് പുൽത്തകടിയിൽ വീഴുന്ന വെള്ളം, അതെ, ആ വെള്ളം ഊറി വരുന്നത് ഒലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലെയർ ഒരു റൗണ്ട് ഉള്ളത്. അത് ഓടകൾ കാനകളിലേക്ക് പോകും. അതിനോട് നമ്മൾ നടക്കുന്ന റോഡിനോട് വരുന്ന കാനകളിലേക്ക് അല്ല, അതിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് ചങ്ങാടംപോക്ക് തോട്ടിലേക്കാണ്. അതായത് സ്റ്റേഡിയത്തിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ. രണ്ട് തൊട്ടിപ്പുറത്ത് നമ്മളുടെ ഈ ഹൈടെക് ൻ്റെയൊക്കെ ഇത് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ വഴിയുടെ ആ എൻട്രൻസിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ മഴ പെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളുടെ തകടിയിൽ നിന്ന് പുൽത്തകടിയിൽ വീഴുന്ന വെള്ളം ഒലിച്ചു വന്ന് അത് ചങ്ങാടംപോക്ക് തോട്ടിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം അതല്ല അവിടുത്തെ അവസ്ഥ. ഇപ്പം അവിടുത്തെ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടെ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും വേസ്റ്റുകളാണ് ഈ പറയുന്ന തോട്ടിലേക്ക് പോകുന്നത്. ഈ തോട്ടിലെ വെള്ളമാണ് മഴ വന്നാൽ മുട്ടോളവും അരയ്ക്കും എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഹൈക്കോടതി വരെ പലവട്ടം പരാമർശിച്ചിട്ടുള്ള ഒരു സംഭവം. അതിങ്ങ് തിരിച്ചു കയറും. അല്ല, അവിടെ മുട്ടോളം വെള്ളമാണ്. ഈ വേസ്റ്റ് വെള്ളമാണല്ലോ ജനങ്ങൾ മുഴുവൻ ചവിട്ടുന്നതും വാഹനം പോകുമ്പോഴാണെങ്കിലും വണ്ടി ഓടിച്ചു പോകുമ്പോഴേ ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറയുന്ന സംവിധാനം ഈ തോട്ടിലേക്ക് വച്ചിരിക്കുകയാണ്. അതിന് വേറൊരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. ഇത് പൊതുജനങ്ങളോട് കാണിക്കുന്ന അതിനെക്കാട്ടിലും വലിയൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഈ സീവേജിന്റെ വരുന്ന ലൈൻ എല്ലാം ചെന്ന് ഈ തോട്ടിലാണ് കയറുന്നത്? ഈ നമ്മളുടെ ഈ ചങ്ങാടംപോക്ക് തോട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ തോട്ടിലേക്കാണ് പോകുന്നത്? അതെ, സീവേജ് വരെ. അതെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മളുടെ മെയിൻ റോഡിലെ ഒരു റോഡിലേക്കുള്ള കാനയിലേക്ക് വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഞാൻ ഇവിടുത്തെ കൊച്ചിയിലെ ഈ ഒരു ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും അതേമാതിരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബ്രേക്ക് ത്രൂ പദ്ധതി അടക്കമുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കിയിട്ട് കോടാനുകോടികൾ. പക്ഷേ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, ഇവിടെ പൈസ മുടക്കുന്നത് വെള്ളക്കെട്ട് ഉണ്ടാക്കാനാണ്, വെള്ളക്കെട്ടില്ലാതെ ഉണ്ടാക്കാനല്ല. വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടെൻഡർ പ്രകാരം ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഈ 3 മാസത്തിനകം, മാർച്ച് ഏപ്രിൽ മാസത്തിനകം നല്ല ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ ഈ സമയത്ത് ഇത് മുഴുവനും കോരി മാറ്റി ചെളി തന്നെ മാറ്റണം. ചെളി വേരോട് കൂടിയുള്ള മറ്റേ നമ്മുടെ എന്താ മഷിത്തണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, ചെടികളൊക്കെ. അത് തന്നെ, ചെടികളൊക്കെ ഇഷ്ടംപോലെ. ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല, വെള്ളം ഒഴുകിപ്പോകും. പേരണ്ടൂർ കനാൽ, ചങ്ങാടംപോക്ക് തോട്, കാരണക്കുളം, PND കനാൽ അടക്കമുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ബ്രേക്ക് ത്രൂ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പേരണ്ടൂർ കനാലിലേക്ക് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു കക്കൂസ സ്മാർട്ട് സിറ്റിയാണ് CSML. ഞാൻ വച്ച RTIക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത് GCDAക്ക് മൊത്തം ഞാൻ ചോദിച്ചു എത്ര രൂപ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 19.84 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 15.11 കോടി രൂപ ഇപ്പം കഴിഞ്ഞ ജൂലൈ വരെ കൊടുത്തിട്ടുണ്ടെന്ന് മറുപടി പറയുന്നു. ഇത് ഫുള്ളി അലോക്കേഷൻ ഇത് കൊടുത്തേക്കണത് ജൂലൈ 24 വരെ. ചേട്ടാ, ഇതിനകത്ത് സ്റ്റേഡിയത്തിൽ 2 കക്കൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ടോയ്ലറ്റ് കോംപ്ലക്സ് 2 ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 2 പിന്നെ നമ്മുടെ GCDA അവിടെ മറൈൻ ഡ്രൈവിൽ 2. ഇതിന് 2 കോടി രൂപയാണ് വക വെച്ചേക്കണത്. 50,000 രൂപ ഒരു ടോയ്ലറ്റിന്. എന്ത് ടോയ്ലറ്റ് ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. അത് പൂട്ടി കിടക്കുകയാണ്. അതിനകത്ത് ഇന്ന് ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വാസന അടിച്ച് ഏതാണ്ട് എന്താ പറയണ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാതെ CSMLൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്തിട്ട്, CSML കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസയും 50%, 30% സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കൂടി അന്വേഷിക്കേണ്ട സ്ഥിതിവിശേഷം വരും. ഇപ്പോൾ ഇന്നലെ ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു, ഫ്ലവർ ഷോയ്ക്ക് മാത്രം 80 ലക്ഷം രൂപയുടെ അഴിമതി നടന്നു, വെട്ടിപ്പടന്നു. അപ്പോൾ ഇതിനകത്ത് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പൊതുജനം മൊത്തത്തിൽ പൊട്ടന്മാരാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള വിവരാവകാശത്തിൻ്റെ മറുപടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അല്ലെങ്കിൽ CSMൽ കൊടുത്തിട്ടുള്ള പൈസ GCDAക്ക് ഈ പൈസ ഞാൻ പറയണത് ഇതിനകത്ത് പല പദ്ധതികളും പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിനെ മറന്നുപോയി എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം സ്റ്റേഡിയത്തിനകത്ത് 2 കക്കൂസ പണിതുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇതിൽ അത്യാവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സ്റ്റേഡിയത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വിനിയോഗം നടത്തിക്കൂടെ? അല്ല, ഇതിൽ ബാക്കി പറഞ്ഞിരിക്കുന്നത് കലൂർ മാർക്കറ്റ്, അത് നമ്മുടെ GCDയുടെ മാർക്കറ്റ്, പിന്നെ റീഹാബിലിറ്റേഷൻ, PNT കോളനി, അതെ, പിന്നെ റിനോവേഷൻ ഓഫ് ചങ്ങമ്പുഴ പാർക്ക്, റിനോവേഷൻ ഓഫ് വേരിയസ് പാർക്സ്, വേറെയൊക്കെയുള്ള പാർക്കുകൾ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം ബാലുചേട്ടൻ പറഞ്ഞ പോലെ ഈ പറയുന്ന 2 കോടി രൂപ ചിലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ടോയ്ലറ്റിന്റെ അവസ്ഥ ഇങ്ങനെയും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ സർക്കാർ, പൊതുജനങ്ങൾക്ക് പിന്നെ അതിനകത്ത് കയറാൻ പറ്റില്ല, മണത്തട്ട് നിൽക്കാൻ പറ്റില്ല. അതാണ് സ്ഥിതിയെങ്കിൽ അല്ല, എനിക്ക് അതിൻ്റെ അകത്ത് മണവും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ KSRTC സ്റ്റാൻഡ് നമുക്ക് അനുഭവമുള്ളതല്ലേ. അതെ, ഞാൻ 2 കോടി രൂപ മുടക്കിയ എനിക്ക് ആ ബാത്റൂമിൻ്റെ സവിശേഷതയാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. 2 കോടി രൂപ മുടക്കി പണിതേക്കണ ബാത്റൂമേ ഉള്ളൂ സ്റ്റേഡിയത്തിനകത്ത് 2 എണ്ണവും, അതേമാതിരി മറ്റേ അവിടെ ഈ കോംപ്ലക്സിനകത്ത് ടോട്ടൽ ഒരു 4 എണ്ണം അല്ല. ഇതിപ്പോൾ GCDAയിലേക്ക് CSMൽ ഫണ്ട് കൊടുത്ത് പണിതേക്കണതാണ്. വേറെ ടോയ്ലറ്റുകൾ ഓരോ റൂമുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാവും. ഇവിടെ 2 എണ്ണം പുതിയത് പണിതു, അവിടുത്തെ GCDAയിലും 2 എണ്ണം പുതിയത് പണിതു എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഏതായാലും താങ്കൾ ചോദിച്ചിട്ടുള്ള വിവരാവകാശം വഴിയും അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും താങ്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങൾ പ്രകാരവും ലഭിക്കുന്ന രേഖകൾ പ്രകാരവും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ താങ്കൾ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇനി ഇതിനെ സംബന്ധിച്ചിട്ട് മറ്റു നടപടികളിലേക്ക് എന്താ താങ്കൾ പോകാൻ പോകുന്നത്? ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇനി? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരുപാട് മേഖലകളിലൂടെ നിയമപരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കാൻ വരുന്ന ആൾക്കാർക്ക് അതൊന്ന് സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ, നിരവധി പേര് വരുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവർ അതിനെ അംഗീകരിക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വിമർശിക്കുമ്പോൾ നമ്മൾ ഈ രേഖ കാണിച്ചു കൊടുക്കുന്നതോടുകൂടി അവർ കൺവീനിയൻ്റ് ആവുക. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്നുള്ള ഭാഗം വരുന്നു. ഒരു കൂട്ടായ്മ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സംശയം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ ഒരു സമയത്ത്, ഈ ഒരു ഡ്രൈ സമയത്ത് ഈ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ സാധാരണ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ 2018-19 വെള്ളപ്പൊക്കം നമുക്ക് ഓർമ്മയുണ്ട്. ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയവും കൂടെയാണ്. ഈ സമയത്ത് ഈ കാണുന്ന രീതിയിൽ കാനകൾ വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നീക്കം നടത്തി തുടങ്ങിയതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന ഈ കാരണംകോടത്തോട് ഈ വെള്ളക്കെട്ടിനുള്ള ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ സമയത്താണ് സാധാരണ എല്ലാ നഗരസഭകളിലും, ഇപ്പം ഞങ്ങളുടെ അവിടെ ഒക്കെ തന്നെ ആയിരുന്നാൽ തന്നെയും തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നാൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ല എങ്കിൽ തന്നെയും കുറേയൊക്കെ അവർ കാനകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെളി വാരി മാറ്റിയാൽ കാനകൾ വൃത്തിയാവും. അത് ഈ സമയത്താണ് ചെയ്യാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു അനക്കം ഉള്ളതായിട്ട് ചേട്ടൻ്റെ ബോധ്യം വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ അറിയിക്കേണ്ട അധികൃതരെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും അതുപോലെ ഇടപെടലുകളും വരുമ്പോൾ ഒരു താൽക്കാലിക ശമനം എന്നുള്ള നിലക്ക് അവിടെ ഇവിടെയൊക്കെ തോണ്ടി മാറ്റി അത് ചെയ്യുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ. എന്നാൽ ഒരു നിൽപ്പിൽ ഒരു വേനൽ മഴ വന്നാൽ നമ്മളൊക്കെ വെള്ളത്തിലാവും. അത് സംശയം വേണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ പലതവണ മഴക്കാലത്ത് എന്തായിരുന്നാലും മഴക്കാലം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ സംവിധാന പദ്ധതികൾ ചെയ്യണ്ടേ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ നഗരസഭയാണെങ്കിലും മറ്റേതെല്ലാം സർക്കാരാണെങ്കിലും എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിഷയം എനിക്ക് തോന്നുന്നു, ഇവിടുത്തെ ടെൻഡർ ഏപ്രിലിൽ കൊടുക്കും. ടെൻഡർ ക്ഷണിക്കണത് ഏപ്രിലാണ്. മെയ്യിൽ മറ്റേ ഇത് വരും. അത് കഴിഞ്ഞ് ടെൻഡർ കൊടുക്കുന്ന ആൾ വരുന്ന സമയം മെയ് അവസാനവും. മെയ് അവസാനത്തോടുകൂടി ഈ സാധനം ആ വന്ന ആൾക്കങ്ങ് കൊടുക്കും. ജൂൺ മാസം മഴ പെയ്യുമ്പോൾ കോരി വെക്കണ സാധനം അടുത്ത മഴയത്ത് വീണ്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പലവട്ടം പറഞ്ഞിട്ടും പൊട്ടം കളിപ്പിക്കുന്ന പോലെ നമ്മളെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, താങ്കൾ ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളാണ്. താങ്കളുടെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ഇനി ഒരു തദ്ദേശ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനി വെറും മാസങ്ങൾ മാത്രമേ ഉള്ളൂ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ. ഇതിനൊക്കെയുള്ള മറുപടി അതാത് കൗൺസിലർമാർ, നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ അവരോട് തന്നെ നമ്മൾ ചോദിക്കുന്നതാണ്. അവർ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ജനം അറിയുന്നത് അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടുകൂടാണ്, ഈ കൗൺസിലർമാർ അറിയാൻ. അപ്പോൾ നമുക്ക് അവരോടുള്ളൊരു ചോദ്യം, ഇനി വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ
എന്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആൾക്കാരോട് വോട്ട് ചോദിക്കും? എന്തൊക്കെ നിങ്ങളോട് നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും? താങ്കൾ അതിനൊരു ഒറ്റ മറുപടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. ഇനി വോട്ട് ചോദിക്കാൻ വരാൻ ഇവർക്ക് എന്ത് ധാർമ്മികത? അതാണ് എൻ്റെ ഒറ്റ ചോദ്യം. ഇത് തന്നെയാണ് കൗൺസിലർമാരോട് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം.